കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 4 വയസ്സുകാരുടെ അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ ഡോക്ടർക്ക് സസ്പെൻഷൻ. മാതൃ ശിശു സംരക്ഷണ കേന്ദ്രം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസണെയാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. നാവിനാണ് ഓപ്പറേഷൻ ചെയ്തത്. വിരലിന് ചെയ്യേണ്ടത് നാവിനാണ് ചെയ്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കൈക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചെയ്തു. ഇനി ഒരു കുട്ടിക്ക് പ്രശ്നങ്ങൾ വരരുത്. ചെറുവണ്ണൂർ മധുര ബസാറിലെ 4 വയസ്സുകാരിയെ ഇന്ന് രാവിലെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കിയത്. കുട്ടിയുടെ ഇടതുകൈയിൽ 6 വിരൽ ഉള്ളതിനാൽ അധികമായത് നീക്കം ചെയ്യാനായിരുന്നു ശസ്ത്രക്രിയ. എന്നാൽ വിരലിന് പകരം കുട്ടിയുടെ നാവിനായിരുന്നു ഡോക്ടർ ശസ്ത്രക്രിയ നടത്തിയത്. കുട്ടിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും വാർഡിലേക്ക് മാറ്റിയപ്പോഴാണ് ബന്ധുക്കൾ ചികിത്സാപ്പിഴവ് കണ്ടത്. ഉടനെ തന്നെ അവർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് പരാതി നൽകി. സൂപ്രണ്ട് ഡോക്ടറെ വിളിച്ച് ബന്ധുക്കൾക്ക് മുന്നിൽ നിന്നും മാപ്പ് എഴുതി നൽകി. തുടർന്ന് വിരലിനുള്ള ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു. എന്നാൽ വീഴ്ച വരുത്തിയ ഡോക്ടർക്കെതിരെ നടപടി വേണമെന്നും കുട്ടിക്ക് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉത്തരവാദിത്തം മെഡിക്കൽ കോളേജ് അധികൃതർ ഏറ്റെടുക്കണമെന്നും ബന്ധുക്കൾ വ്യക്തമാക്കിയിരുന്നു. ഓല് പറഞ്ഞ കുട്ടി മാറിപ്പോയെന്നാണ് പറയുന്നത്. ഡോക്ടർമാരടുത്ത് വന്ന ചികിത്സ ഡോക്ടർ ശ്രദ്ധക്കുറവ്. ഡോക്ടർ പറഞ്ഞ വേറൊരു കുട്ടി ഉണ്ടായിന്, അതേമാതിരി ഓപ്പറേഷൻ ഉണ്ടായിന്നാണ് അവിടുന്ന് പറയണത്. അവന്മാരൊക്കെ ഇനി ഒരു കുട്ടിക്ക് ഇത് കോളേജിൽ ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ ഇനി ആർക്കും വരരുത്. സംഭവത്തിൽ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകരും മെഡിക്കൽ കോളേജിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി. തുടർന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് തേടുകയും ചികിത്സാപ്പിഴവിൽ വകുപ്പുതല നടപടിയും ഉണ്ടാക്കുന്നത്. ആശുപത്രിയിൽ പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കാനും ആരോഗ്യമന്ത്രിയുടെ കർശനമായ നിർദ്ദേശമുണ്ട്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.